ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഞാൻ റൌഫ്. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സലാഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സലാഡ് നിങ്ങളെല്ലാവരും പല രീതിയിലും ഉണ്ടാക്കുന്നതാണ്. ഞാനും അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്നാലും അതിൽ നിന്ന് കുറച്ചൊരു പൊടിക്കൈകൾ ചേർത്താൽ നിങ്ങൾക്കും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ട് സലാഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ? റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പച്ചമുളകിനെ ഒരു 3 പച്ചമുളകാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ കാണുന്ന രീതിയിൽ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് സലാഡിലേക്ക് എപ്പോഴും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുള്ളത് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് എരിവ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ സലാഡിൽ കുറച്ച് എരിവ് കുറഞ്ഞിട്ടുള്ളൊരു രീതിയിലാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഒരു സവാളയാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ സവാളയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ വെളുത്ത ഈ ഭാഗം, അത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് നല്ല ഇതളുകളായിട്ട് സവാളയെ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിതിനെ ഇവിടെ മുഴുവനായിട്ട് മുറിച്ചെടുത്ത് ഈ കാണുന്ന രീതിയിൽ കൈകൊണ്ടൊന്ന് തിരുമ്മി ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഇതളുകളായിട്ട് നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി നമുക്ക് ഇതിലോട്ടായിട്ട് ഒരു കുക്കുംബറാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് വലിയൊരു കുക്കുംബർ വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാൻ. കുക്കുംബർ കുറച്ച് അല്പം കൂടിയാലും നല്ലൊരു ടേസ്റ്റ് ആവുമല്ലോ നമ്മൾ ഈ സലാഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിനെ നമുക്ക് ഈ കാണുന്ന രീതിയിൽ വേണം മുറിച്ചെടുത്ത് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ. കുക്കുംബറിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുന്നതാണ് നമ്മുടെ ഈ സലാഡിൽ കാണാനും കുറച്ച് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഞാനൊരു ചെറിയ ക്യാരറ്റാണ് ഇതിലോട്ട് ഈ കാണുന്ന രീതിയിൽ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നന്നായിട്ട് പൊടിയായിട്ട് വേണം നമ്മൾ ക്യാരറ്റിനെ മുറിച്ചെടുക്കാൻ. എന്നാൽ നമ്മുടെ ഇതിൻ്റെ ഉൾഭാഗത്തോട്ടെല്ലാം നല്ല രീതിയിൽ ഉപ്പും എരിവും എല്ലാം ഒന്ന് പിടിച്ച് കിട്ടും. നല്ല പുളി കിട്ടാനായിട്ടും നല്ലതാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ. എപ്പോഴും നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് 1 കപ്പ് അളവിൽ തൈരാണ് ഉപയോഗിക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പ് തൈരാണ് ഞാൻ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്തത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇതിനെ ഞാൻ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടൊരു അരമുറി ചെറുനാരങ്ങയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറുനാരങ്ങ കൂടി ഇതേ രീതിയിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ സലാഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ കുറച്ച് പൊടിക്കൈകളൊക്കെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ സലാഡ് കഴിക്കാനായിട്ടെന്ന്. അപ്പോൾ അതാണ് ഇത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയും ചെറുനാരങ്ങയും കൂടി ആഡ് ചെയ്ത് നമ്മുടെ ഈ സലാഡ് ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അതിലോട്ട് ഈ കുക്കുംബറും ഈ തൈരും ഇതെല്ലാം മിക്സാക്കി കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ സലാഡിന്. ഞാനിതിലേക്കായിട്ട് അരമുറി ചെറുനാരങ്ങയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്തത്. അത് ഈ അളവിൽ തന്നെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ഇത് കുറച്ചൊരു മധുരമായിട്ട് പോവും. ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ രീതിയിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഈ പഞ്ചസാരയും എല്ലാം ഒന്ന് കമ്പൈനായി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സലാഡ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതെന്താണെന്ന് പോലും ആർക്കും മനസ്സിലാവില്ല. അത്രയും നല്ല രുചിയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ കിടിലൻ സിമ്പിൾ സലാഡ് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്